السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته. الحمد لله الذي أنزل آيات بينات كتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمؤمنين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة 95 من سلسلة فهم القرآن. ഖുർആൻ പഠനത്തിനുള്ള വഴിയുടെ 95ാമത്തെ സെഷനിലാണ് നാം ഉള്ളത്. 95ാമത്തെ ക്ലാസ് ഒന്നല്ല അതിൻ്റെ അർത്ഥം. ഇടയ്ക്ക് റിവിഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാഠം 95. ഇതിനിടയിൽ കുറേ സംഗതികൾ നമ്മൾ ഗ്രാമറൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഗ്രാമറുമായി ബന്ധപ്പെട്ട വ്യാകരണമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം അയച്ചു തന്നിട്ടുണ്ട്. ആ വോയിസ് ക്ലിപ്പ് നോക്കി അല്ലെങ്കിൽ കേട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പം അതുവരെ ഉള്ള ഭാഗം നമ്മൾ കവർ ചെയ്തു. 5 ഗ്രൂപ്പ് വരെയുള്ള ദുർബലാശയങ്ങളുള്ള സംഗതികളെല്ലാം കവർ ചെയ്തു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം 5 ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിൽ ദുർബലാശയങ്ങൾ വന്നിട്ടുണ്ട്, അതെങ്ങനെ ചെയ്യണം, മാനേജ് ചെയ്യണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും 9:30 വരെയാണ് ക്ലാസ് എന്ന് പറയും. 9:45 10 മണിയിലേക്ക് ക്ലാസ് ഉണ്ട്. 9:30 നമുക്ക് 3/4 മണിക്കൂറുണ്ട് ക്ലാസ് തീരണം. നേരെ ക്ലാസ് ശരിയാവും. അപ്പോ നാസിയാത്ത് 5 ഇതിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് പഠിക്കാനുള്ള കാര്യം എന്നൊക്കെ നോക്കി വെച്ചിട്ടാണ് വരാൻ പറഞ്ഞത്. ഇതിനകം നമ്മുടെ കണക്കനുസരിച്ച് 81% നമ്മുടെ ഗ്രാഫ് കാണിക്കുന്നത്. അതേസമയം ഇവിടെ നിങ്ങൾ ഇട്ടിരിക്കുന്നത് എത്ര ശതമാനം വരെ ഇട്ടിട്ടുണ്ട്? ആരെങ്കിലും ശതമാനം ഇട്ടോ? പേജ് 108 110 105 വാക്കും അറിയാമെന്നാണ് ഇട്ടേക്കുന്നത്. 95% ഇട്ടിട്ടുണ്ട്. ചിലത് 84% ഇട്ടിട്ടുണ്ട്. നിങ്ങളിതൊരു ചലഞ്ചായിട്ട് എടുക്കണം. ഈ പറയുന്നത്, ഈ ഉസ്താദ് പറയുന്നത് ശരിയാണോ, അതിന് അത്രയും പെർസെൻറ്റേജ് യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം, നോക്കണം. ഞാൻ പറയുന്നത് 81% നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതെന്നാണ്, ഡയറക്റ്റ് പഠിപ്പിച്ചത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് 97%. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം. കാരണം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, അള്ളാഹാണ് ഖുർആൻ പഠിപ്പിക്കുന്നതാണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിദഗ്ധനും പഠിപ്പിച്ചാലും പറ്റില്ല എന്നാണ്. മാത്രമല്ല നമ്മുടെ ട്രെയിനിങ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത് വായിക്കുക, മനസ്സിലാക്കി വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുമായിട്ട് അടുത്താൽ അള്ളാഹ് ഇങ്ങോട്ട് എടുക്കുമെന്നാണ് പല ഹദീസും അങ്ങനെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ എന്തായിരുന്നാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് റഫഅ ശംഖഹ ഫസവ്വാഹ വഅഗ്തശ ലൈലഹ വഅഖ്റജ ളുഹാഹ. അപ്പോൾ എന്താണ് ആ ളുഹായുടെ അർത്ഥം? പകൽ. ഫസവ്വാഹ വഅഗ്തശ ലൈലഹ. അഗ്തശ ഇരുണ്ടതാക്കി, ഇരുളുള്ളതാക്കി, രാത്രി ഇരുളുള്ളതാക്കി, അതിൽ നിന്നും അതിന്റെ പകലിനെ പുറത്തെടുത്തു. ഇതെല്ലാം എന്താണ്? അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ആയത്തുമിൻ ആയാത്തില്ല. നമ്മൾ ഈ പറഞ്ഞത് ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രപഞ്ചത്തിലെ
പ്രപഞ്ചത്തിലെ ഓരോ സംഗതികളും നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ ശക്തി എന്തുമാത്രം, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആസൂത്രണം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തുമാത്രം ആസൂത്രിതമാണ്, ഹിക്മത്തോടു കൂടിയുള്ളതാണ്, എന്തുമാത്രം കൃത്യനിഷ്ഠമാണ്, വളരെ ഓർഗനൈസ്ഡ് ആണ്, പ്ലാൻഡ് ആണ്, പ്ലാനും പദ്ധതിയോടുകൂടി തയ്യാറാക്കിയതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏകനായ അള്ളയാണ് എന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ വരണം. അതിനാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഫിറഔന്റെ അടുക്കിലേക്ക് ദൂതൻ ചെല്ലുമ്പോൾ ദൂതൻ എന്ത് ചെയ്യാൻ, ഫിറഔൻ എന്ത് ചെയ്യാണ്, ദൂതനെ തള്ളിക്കളയാണ്. അപ്പൊ നമ്മൾ മുസ്ലിമായി ജനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടോ നമുക്ക് അതിന്റെ സവിശേഷത മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൽ നാം ഇരുത്തി നിന്ന് ചിന്തിക്കണം എന്നാ പറയുന്നത്. ഇനി പറയുന്നുണ്ട് ബാക്കി. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى. എന്നിട്ട് അതിലെ പുതിയ വാക്കുകൾ കണ്ടെത്താൻ പറഞ്ഞു. കുറെ ആൾക്കാർ പുതിയ വാക്കൊക്കെ എഴുതിയിട്ടുണ്ട്. പുതിയ വാക്ക് വല്ലാഹു ബഅദ ദാലിക ദഹാഹ. എത്ര പുതിയ വാക്കുണ്ട് അതില്? 4 വാക്കുള്ളതില് ഒരെണ്ണമാണ് പുതിയ വാക്ക്. ഏത് പുതിയ വാക്ക് ഏതാണെന്ന് ചോദിക്കുമ്പോ ദഹാഹ അല്ല പറയുന്നത്, ദഹായാണ് വാക്ക് എന്ന് നമുക്ക് മനസ്സിലാകാം. ദഹ എന്നതാണ് വാക്ക്, ഇതിനോട് ചേർത്തതാണ്. അപ്പൊ നമ്മൾ വാക്ക് പുതിയത് ഏതാണെന്ന് ചോദിച്ചാൽ ആ പുതിയ വാക്ക് മാത്രമേ പറയാവൂ. അതാണ് നമ്മുടെ പഠനം കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട അവബോധം. അപ്പൊ ദഹ എന്ന വാക്ക് കിട്ടിയാൽ ദഹാഹ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ 4-ൽ 1 അവിടെ അറിയില്ല. അപ്പൊ ബാക്കി 75% നമുക്ക് അറിയാവുന്നതായി. അഖ്റജ മിൻഹാ മാഅഹാ വമർആഹ. അതിലെന്താ അറിയാത്തത്? മേച്ചിൽപ്പുറം നമ്മൾ പഠിച്ചില്ലേ നേരത്തെ? എവിടെ പഠിച്ച്? അപ്പൊ ഈ മർആഹ കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യില്ല, ഹാ മാറ്റിയിട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. മാറ്റാൻ നോക്കുന്നതുകൊണ്ടാണ് അറിയാൻ പറ്റുക. അപ്പൊ അതിനെ മുറിച്ച് തിരിച്ചൊക്കെ നോക്കണം. നമ്മൾ പഠിച്ചത് എന്താണ്, ഏത് രീതിയിലാണ്, അതനുസരിച്ച് നോക്കിയാൽ കിട്ടും. അപ്പോ മർആഹ എന്ന് പറഞ്ഞത് എന്തായിരിക്കും അർത്ഥം? അതിന്റെ മേച്ചിൽപ്പുറം. പിന്നെ അപ്പൊ അതില് 100% അറിയാം. അഖ്റജ മിൻഹാ മാഅഹ വമർആഹ. 4-ൽ 4 വാക്കും അറിയാം. 100% വൽ ജിബാല അർസാഹ. ജിബാല് പർവ്വതമാണ്. മാവല. അർസ എന്ന പുതിയ വാക്ക്. അർസല്ല അല്ല, അർസ. അപ്പൊ അർസ ഹദ പോലെ അക്ഷരമായിരിക്കും അവസാനം വരിക. ഓക്കെ, അപ്പൊ ദഹ അർസ 2 വാക്ക് പുതിയതായി. മതാഅൻ ലക്കും വലിഅൻആമിക്കും. അതിൽ പുതിയതുണ്ടോ വാക്ക്? ഇല്ല. മതാ എന്താണ്? വിഭവങ്ങൾ. നമ്മള് സൂറത്തു അബസിൽ പഠിച്ചല്ലേ? ഓക്കെ, ആ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുക. അതാ എന്ന് പറഞ്ഞെടുത്ത് ഹംസ തോ ആണ്.
ഇവിടെ മത്ത മീന് ത ആണ്. മത്താ. അപ്പോ ആ വാക്കുകളുടെ ഫോം വെച്ചുകൊണ്ട് ഇത് വേറെയാണ്, സ്പെല്ലിംഗ് വെച്ചുകൊണ്ട് വേറെയാണ് എന്ന് മനസ്സിലാക്കാം. അതിന്റെ ഫോർമാറ്റ് നോക്കിയാലും അതിന്റെ അക്ഷരങ്ങൾ നോക്കിയാലും ഘടന വേറെയാണെന്ന് നമുക്ക് മനസ്സിലാവും. മത്താഴും അപ്പായും ഒരേപോലെ വരാൻ ഒരിക്കലും സാധ്യതയില്ല. കന്നുകാലികൾ. അന്നാം എന്താ? കന്നുകാലികൾ. അതെവിടെ പഠിച്ചേ? മുമ്പത്തെ പാഠത്തില്. ഇതേപോലെ തന്നെ സുഹൃത്തെ അബസിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അന്നാം കന്നുകാലികൾ. ഈ കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കന്നുകാലികളിൽ വരുന്നത്? ആട്, മാട്, ഒട്ടകം. ആട്, മാട്, ഒട്ടകങ്ങളെയാണ് അന്നാം എന്നതുകൊണ്ട് അറബികൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുവരെ പഠിച്ചതില് ഇതുവരെ പറഞ്ഞതിൽ 2 വാക്യം പുതിയതാണ്. ദഹ മറ. പഠിച്ചത് പറയണ്ട. കുബ്ര എന്നുള്ള കബീർന്ന് വന്നതാണല്ലോ അല്ലേ? കുബ്രയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ? കുബ്ര എന്ന് പറഞ്ഞില്ലേ? താമത്ത് മാത്രമേ പുതിയ വാക്കുള്ളൂ. അപ്പൊ 3ാമത്തെ പുതിയ വാക്കായി. 4ാമത്തെ. 3ാമത്തെ ഏതാ? 3ാമത്തെ അർസ. 2ാമത്തെ ദഹ. അർസ. എല്ലാവരും നോക്കിയാലേ പുതിയത് കിട്ടുള്ളൂ. വായിച്ചാൽ നിങ്ങൾ ഇനി ഒരു 3 മാസം കൂടെ വായിച്ചാൽ ഖുർആൻ മനസ്സിലാവും. ഇതേപോലെ വായിക്കും. ഇപ്പൊ ദഹാഹ എന്ന് ചോദിക്കും. പുതിയ വല്ലർദ ബഅദ ദഹാഹ. പുതിയ വാക്ക് ഏതെന്ന് വെച്ചാൽ ദഹ എന്ന് പറയാൻ കഴിഞ്ഞാൽ അതാണ് നമ്മളെ പഠനത്തിന്റെ ഒരു പ്രത്യേകത. ചില ആൾക്കാർ പറയും ഞങ്ങള് ഓൺലൈൻ പഠനം തുടങ്ങിയെന്ന്. ഓൺലൈൻ എന്താ പഠിപ്പിക്കുന്നവര്? ഖുർആൻ പഠനം ഓൺലൈനിൽ ഇന്നേ വരെ ആരും തുടങ്ങിയിട്ടില്ല. ഖുർആൻ വ്യാഖ്യാനം പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, ഖുർആൻ പഠനം തുടങ്ങിയിട്ടില്ല. ഇന്ന് വരെയും അണ്ടർസ്റ്റാൻഡ് ഖുർആൻ മാത്രമേ ഖുർആൻ പഠിപ്പിക്കുന്നുള്ളൂ. വേറെ ആരും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നില്ല. ഖുർആൻ വ്യാഖ്യാനമാണ്. വിശദീകരണം പഠിപ്പിക്കാൻ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോ അങ്ങനെയാണ് പഠിപ്പിക്കുള്ളൂ. നമ്മൾ പഠിപ്പിക്കാൻ വിളിച്ചിട്ട് ആൾക്കാർ വരാത്ത, അതാണ് ഖുർആൻ പഠനം വിചാരിച്ചിരിക്കുക. അതാണ് ആരും വരാത്തതിന്റെ പിന്നില് വേറെ രഹസ്യങ്ങളുണ്ട്. നമ്മള് വിളിച്ച് വന്നു, ആൾക്കാർ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യാഖ്യാനത്തിന് സ്ഥാനമില്ല. പിന്നെ ഓലെ ക്ലാസ്സൊക്കെ നിന്നോ വിചാരിച്ചിട്ടായിരിക്കും. ഞാൻ ഉസ്താദ് പഠിപ്പിക്കണ പോലെ പഠിപ്പിച്ചിട്ട് 110 പേരുണ്ട് ആ ഗ്രൂപ്പില്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മബ്രൂക്ക്. എല്ലാവരും ഉസ്താദിനെ അയക്കണുണ്ട്. പുതിയ ഗ്രൂപ്പില് പുതിയ ക്ലാസ് ഉസ്താദ് തുടങ്ങാന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പഠിച്ചതിനെ ഈ വഴി പഠിപ്പിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ എന്തുകൊണ്ട് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ പങ്കെടുത്തായിരുന്നു? ഉസ്താദിന്റെ പോലെ ആവൂലല്ലോ, അത് കാരണം ഞാൻ ഉസ്താദിന്റെ പോലെ ആവണ്ട, ഒരാള് മാത്രം പഠിപ്പിച്ചാ പോരല്ലോ. ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ. എല്ലാവരും അൽഹംദുലില്ലാ എല്ലാ ദിവസം ആള് കയറി 110 പേരായി. നിങ്ങൾ എന്ത് ചെയ്യാ, റീസ്റ്റാർട്ട് ചെയ്യുക. ആദ്യം മുതൽ ഈ 110 പേരെയും കൂടെ ഒരുമിച്ച് പഠിപ്പിക്കുക. പാഠം 1 എന്താണ് പാഠം 1 പ്രസന്റേഷൻ അയച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് പ്രസന്റ് ചെയ്ത് പഠിപ്പിക്കുക. അതേപോലെ പഠിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അവര് പറയണ, ആദ്യം തുടങ്ങി പഠിപ്പിച്ചു കൊടുക്കാൻ. അത് ചെയ്യാം. അതിനോട് സംവിധാനം ചെയ്യാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ടീച്ചറിനെ കോൺടാക്ട് നമ്പർ തരാം. ആ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചാൽ മതി.
സീനിയർ ടീച്ചേഴ്സിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് എങ്ങനെ പഠിപ്പിച്ച? ഞങ്ങൾ ഇത്ര നാളായി ഖുർആൻ പഠിക്കാൻ അങ്ങനെ വേണ്ടി ഇതുവരെ പഠിപ്പിച്ചാൽ മതി. ഇങ്ങനത്തെ ക്ലാസ് കേട്ടിട്ടില്ല. അതെ അതെ, ഞാൻ സീനിയർ ടീച്ചറിന്റെ നമ്പർ തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, അവരെന്താണോ പഠിപ്പിക്കുന്നത് അതേപോലെ പഠിപ്പിച്ചാൽ മതി. മാഷാ അല്ലാ. പിന്നീട് സീനിയർ ലെവലിൽ വരുമ്പോൾ ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഭാഷാപരമായ പഠനമാണ്. പിന്നീട് സീനിയർ ലെവലിൽ വരുമ്പോൾ സീനിയർ ഗ്രാമർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സീനിയർ ക്ലാസ്സിൽ പഠിപ്പിക്കാം അവരെ. മാഷാ അല്ലാ. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് തീരുമാനിക്കാം. 21-ാം തീയതി ഒരു എക്സാം ഉണ്ട്, അതിനുള്ള ഗ്രൂപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ആയിക്കോട്ടെ. അപ്പൊ എന്താണ് തോമത്ത് മൂന്നാമത്തെ വാക്ക് അൽ കുബ്ര യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. അതിലെന്താ പുതിയ വാക്ക്? താമത്ത് കുബറ ഇല്ല. താമത്തെ കഴിയും. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. എല്ലാം പഠിച്ച വാക്കുകൾ. എല്ലാം പഠിച്ചത്. എല്ലാം പഠിച്ച പുതിയതില്ല. പുതിയ വാക്കുകൾ. പുതിയതില്ല. മാസ പ്രയത്നിച്ചു. വബുർജിസത്തിൽ ജഹീമു ലിമൻ യറ. ബുരിസ. ബുരിസ. ബറസ. ബറസ അല്ല, ബറസ. ബറസ. അപ്പൊ ബുരിസ വരുമ്പോഴത്തേക്ക് ബറസയാണ് പുതിയ വാക്ക്. അതിനെ കർമ്മണി പ്രയോഗമാക്കിയപ്പോ ബുരിസയായി. അപ്പൊ സബ്ബഹ ഗ്രൂപ്പാണ്, അതിനെ സുബ്ബിഹ ആയിട്ട് കർമ്മണി പ്രയോഗമാക്കി. ഓക്കെ, അപ്പോ 4 വാക്കാണ് പുതിയത്. ആകെയുള്ള വാക്കുകൾ എത്രയാണ്? 4. അല്ലല്ല, ആകെ വാക്കുകളുടെ എണ്ണം. ആകെയുള്ള വാക്കുകൾ എത്ര? 2, 3, 4. നോക്കണം. 26-ല് 4 വാക്ക്. 26-ല് 4 വാക്കാകുമ്പോഴത്തേക്ക് എത്രയായി? 88 വാക്കുണ്ട്. 85% ആയി. മോർ ദാൻ 85% ആയി. എത്ര? 85% കൂടുതൽ വാക്ക് നമുക്ക് അറിയുന്നുണ്ട്. ഈ 4 വാക്കുകൾ ഒഴിച്ചു. അതായത് 4 വാക്കിനെ 4 16 ആക്കിയാൽ എന്തായി? 100 ആവും. 25 വാക്ക്, 25-നെ 4 കൊണ്ട് വിളിച്ചാൽ 100 ആയി. അപ്പൊ 4 കൊണ്ട് വിളിച്ചാൽ 100. അപ്പം എന്ത് ചെയ്യാ? 4 16, 16 കുറച്ചാൽ 85. 84, 85% നമുക്ക് അറിയുന്നതായി. നമ്മൾ പറഞ്ഞത് 81% ആണ് ഇവിടെ പറഞ്ഞത്. 81% നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് 85%-ഓളം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അറിയാത്ത വാക്കുകളൊക്കെ നോക്കാം. ദഹ. ദഹ എന്ന് പറഞ്ഞാല് വിശാലമാക്കി, പരത്തി, വിശാലമാക്കി. പരത്തി അല്ലെങ്കിൽ വിശാലമാക്കി. ദഹ. വൽ അർദ ബഅദ ദാലിക ദഹാഹ. ഭൂമി അവൻ എന്ത് ചെയ്തു? പരത്തി അല്ലെങ്കിൽ വിശാലമാക്കി. വിശാലമായി. എവിടേക്ക് നോക്കിയാലും അത് എന്ത് ചെയ്യുന്നില്ല? എൻഡ് ആകുന്നില്ല. ഇതാണ് ഭൂമിയുടെ പ്രത്യേകത. ഭൂമിയെ വിശാലമാക്കി എന്ന് വെച്ചാൽ എവിടെ നോക്കിയാൽ എൻഡ് ചെയ്യുന്നില്ല. നമ്മൾ അത് ഒരു ഉരുണ്ട സാധനത്തിന് മാത്രമേ എൻഡ് ഇല്ലാതിരിക്കുകയുള്ളൂ. ഒരു പരന്ന സാധനമാണെങ്കിൽ, ഒരു ഇതുപോലുള്ള സാധനമാണെങ്കിൽ, സ്ക്വയർ ടൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് തീർന്നു, എൻഡായി അല്ലേ? പിന്നെ എന്തായി? കുറ്റാതെ കേട്ടു. അപ്പൊ ഭൂമി ഉരുണ്ടതാണ് എന്നതിന്റെ തെളിവ് എന്താണ്? ഭൂമിയെ അള്ളാഹു പരത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഭൂമി ഉരുണ്ടതാണ് എന്നതിന്റെ. കാരണം എവിടെ ചെന്നാലും പരന്നിടുക. ഇത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ വന്നാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പരന്നില്ല, അവിടെ നിന്ന് അങ്ങോട്ട് കുഴിയാണ്. അങ്ങനെയല്ല, ഭൂമി എവിടെ ചെന്നാലും എന്ത് ചെയ്തിരിക്കുകയാണ്? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പരന്നിടുക. അപ്പൊ അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്. മാത്രമല്ല, ഭൂമിയെ എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ വിശാലമാക്കി അല്ലെങ്കിൽ പ്രവിശാലമാക്കി പരത്തിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വേറൊരു ദൃഷ്ടാന്തം. അപ്പൊ ബഅദദാലിക എന്ന് പറഞ്ഞാൽ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നേരെ കാര്യങ്ങളുടെ ശേഷം, പിന്നിൽ എന്നല്ല എൻ്റെ അർത്ഥം. അതിനുമൊക്കെ പുറമേ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പുറമേ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഭൂമി. നിങ്ങൾ അധിവസിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ എന്ന് താമസിച്ചുകൊണ്ടേയിരിക്കുന്ന, തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഭൂമി. ആ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു?
വിശാലമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ പരത്തിയിരിക്കുന്നു എന്നത് മറ്റൊരു ദൃഷ്ടാന്തമാണ്. അഖ്റജ മിൻഹാ മാഅഹ, ഉണങ്ങിക്കിടക്കുന്ന ഭൂമി, അതിന്റെ വെള്ളം. ആ ഭൂമിയിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വെള്ളത്തെ കൊണ്ടുവന്നിരിക്കുന്നത്, പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾക്ക് മേൽഭാഗം ഉണങ്ങിക്കിടക്കും, എന്നാലേ മനുഷ്യർക്ക് സൗകര്യപ്രദമായി അത് കൈകാര്യം ചെയ്യാൻ പറ്റും. അതിന്റെ അകത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്? വളരെ രുചികരമായ തെളിനീർ കൊണ്ടുവരും, തെളിഞ്ഞ വെള്ളം. അപ്പൊ അതിൽ നിന്നും, ഭൂമിയിൽ നിന്നും അവൻ നമുക്ക് കുടിക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ വെള്ളം കൊണ്ടുവന്നു എന്ന് ചിന്തിച്ചു നോക്കുക. വെള്ളം ഇങ്ങനെ ആകാശത്തു നിന്ന് വീണ് കലങ്ങി മറിഞ്ഞാണ് ഭൂമിയിലേക്ക് പോകുന്നത്. അവിടെ നിന്നും ഭൂമിയുടെ അടിയിലെത്തിയിട്ട് നേരെ തിരിച്ച് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കിണറുകളിലും കുളങ്ങളിലും ഒക്കെ കൂടെയായി എന്ത് ചെയ്യാണ്? തെളിനീര് തിരിച്ചു തരികയാണ്. അതിന്റെ വെള്ളത്തെ അവൻ കൊണ്ടുവന്നു, പുറത്തു കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചു. അതിലെ മേച്ചിൽപ്പുറം, മേച്ചിൽപ്പുറം എന്നാണ് മറയുടെ ശരിക്കും അർത്ഥം. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നിന്നും വെള്ളവും ഉൽപ്പാദിപ്പിച്ചു, അവൻ സസ്യലതാദികളെയും ഉൽപ്പാദിപ്പിച്ചു. മറ എന്ന് പറഞ്ഞാൽ മേയുന്ന സ്ഥലം. മറആഹ അഖ്റജ മിൻഹാ മാഅഹ വമറആഹ. അപ്പൊ പുതിയ എത്ര വാക്കായി ഇപ്പൊ കൈകാര്യം ചെയ്തത്? ദഹ പറഞ്ഞു, ഒരു വാക്കാണ്. രണ്ടാമത്തെ പുതിയ വാക്ക്. ദഹ പരത്തി അല്ലെങ്കിൽ വിശാലമാക്കി. രണ്ടാമത്തെ പുതിയ വാക്ക് അർസ, ഉറപ്പിച്ചു നിർത്തി, ഉറപ്പിച്ചു നിർത്തി. കടലിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ കടലിൽ സഞ്ചരിക്കുകയും ചായുകയും ചരികയും ഉലയുകയും ലാഞ്ചുകയും ഒക്കെ ചെയ്യുന്നതിന്, അതിനെ ചായാതെ ചരിയാതെ മറിയാതെ സഞ്ചരിക്കാതെ നിർത്തുന്നതിനാണ് എന്ത് പറയുന്നത്? അർസ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വൽ ജിബാല അർസാഹ, ഭൂമി അവൻ എന്ത് ചെയ്തു? അല്ല, പർവ്വതങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തി. വേറെ സ്ഥലത്ത് എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. വൽ ജിബാല ഔതാദ എന്ന് പറഞ്ഞു. പർവ്വതങ്ങളെ അവൻ ആണികളാക്കി. അപ്പൊ ആണികളായിട്ട് ഉറപ്പിച്ചു നിർത്തിയിരിക്കുക. വേറെ സ്ഥലത്ത് പറഞ്ഞത് അൻ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പർവ്വതങ്ങളെ നിലനിർത്തിയെന്നാണ്. അപ്പൊ പർവ്വതങ്ങൾ എന്താണ്? ഭൂമിയുടെ ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് നമുക്ക് മനസ്സിലാവും ഖുർആൻ വായിച്ചു നോക്കിയാൽ. നമ്മൾ ഇപ്പോഴൊക്കെ പറയുന്ന എക്കോളജി ഇല്ലേ, ഈ പറയുന്ന എക്കോളജി എല്ലാം ഖുർആനിന് കിടക്കുകയാണ്. ആ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അതിനെന്ത് ചെയ്തിരിക്കുന്നത്? പർവ്വതങ്ങൾ വെച്ചിരിക്കുന്നത്. അതേപോലെ അത് ആണിയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? ആണി ഒരു വസ്തുവിൽ ആണിയായി ആക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആണിയാണ് എന്ന് പറഞ്ഞാൽ ആണി ഊരിക്കളഞ്ഞാൽ അതെന്താവും? അത് ഇളകിപ്പോവും. അപ്പൊ അതുകൊണ്ട് ആണി അവിടെ തന്നെ വേണം. അപ്പൊ അതാണ് വൽ ജിബാല അർസാഹ, അവൻ മലകളെ ഉറപ്പിച്ചു നിർത്തി. ഇപ്പൊ മലകൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഭൂമിയിൽ നിന്നും മുകളിൽ എത്ര കാണുന്നോ അതിന്റെ മുകളിൽ കാണുന്നതിന്റെ ഇരട്ടി എന്തുണ്ട്? താഴെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് പർവ്വതത്തിന്റെ 1/3 മുകളിൽ കാണുന്നത്, 2/3 താഴെയാണ്. അപ്പൊ മുകളിലുള്ളതിന്റെ ഇരട്ടി താഴെ ഉണ്ടെന്നാണ്. അങ്ങനെ ആണി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്തായിരുന്നാലും പർവ്വതങ്ങൾ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതെ ചായാതെ അവരതിനെ നിർത്തി. വൽ ജിബാല അർസാഹ മതാഅൻ ലക്കും വലിഅൻആമിക്കും. എന്താ? ഒരു മതാഅയായിട്ടാണ്. മതാ എന്ന് പറഞ്ഞാൽ ജീവിത വിഭവം, അല്ലെങ്കിൽ ചരക്ക്, ഗുഡ്സ്. ലക്കും വലിഅൻആമിക്കും. അപ്പൊ നിങ്ങൾക്ക് ജിബാല് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളത് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയല്ല.
നിങ്ങൾ എടുത്ത് ഇളക്കി കൊണ്ടുപോയി പൊടിച്ച് വേറെ രീതിയിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. അത് നിങ്ങൾക്ക് ആവശ്യമായ നിലയിലാണ് അത് നിലത്തിരിക്കുന്നത്. വലിയ അഞ്ഞാമിക്കും, അഞ്ഞാമിന് എന്താ ഉള്ളത്? അഞ്ഞാമിന് എന്താ ഉള്ളത്? എന്താ കാര്യം പറഞ്ഞത്? ഈ പറഞ്ഞതൊക്കെയും അഞ്ഞാമിനും ഉള്ളതാണ്. എന്താ പറഞ്ഞത്? അഞ്ഞാമിനും ഉള്ളതാണ് അല്ലേ? അഞ്ഞാമിനും പകലും രാത്രിയൊക്കെ ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. സവ്വാഹ എന്നൊക്കെ പറഞ്ഞു അവിടെ മുതലല്ല തുടങ്ങുന്നത്. ഇതിനൊക്കെ വിധാനത്തെ ഉയർത്തിയിരിക്കുന്ന എല്ലാം നിങ്ങളുടെ അഞ്ഞാമിന് വേണ്ടിയുള്ളതാണ്. പകലും രാത്രിയും ഒക്കെ അഞ്ഞാമിനുമുണ്ട് അല്ലേ? രാത്രിയാകുമ്പോൾ പകലാകുമ്പോഴത്തേക്ക് അത് ഭക്ഷണം കഴിക്കാൻ പോകും, രാത്രിയാകുമ്പോൾ അത് വിശ്രമിക്കും. അതിനുണ്ട്. പിന്നെ അറുള് അതിനും കൊടുത്തിട്ടുണ്ട്, അഞ്ഞാമിനുള്ളതാണ്. അതേപോലെ മരആയും അഞ്ഞാമിനുള്ളതാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ മരആ മാത്രമേ അഞ്ഞാമിനുള്ളതായിട്ട് തോന്നുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ എല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അല്ലേ? മനുഷ്യർക്ക് മാത്രമുള്ളതല്ല ഭൂമി, മനുഷ്യർക്ക് മാത്രമുള്ളതല്ല ഭൂമി എന്നുള്ള ഇവിടെ കൃത്യമായി പറഞ്ഞില്ലേ? ലക്കും വലിയ അഞ്ഞാമിക്കും, മതാൻ ലക്കും വലിയ അഞ്ഞാമിക്കും. അപ്പൊ മതാൻ ലക്കും എന്ന് പറഞ്ഞതിന്റെ മുമ്പ് എന്താണ് പറഞ്ഞത്? വൽ ജിബാല അർസാഹ എന്നാര്യ പറഞ്ഞു. അപ്പൊ പർവ്വതങ്ങളെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്കും അഞ്ഞാമിനും വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പറഞ്ഞ എല്ലാം നിങ്ങൾക്കും അഞ്ഞാമിനും വേണ്ടിയാണ്. മത്താനിലേക്കും വലിയ അഞ്ഞാമിനും. അപ്പോ രണ്ട് പുതിയ വാക്ക് പറഞ്ഞതിൽ ഒന്നാമത്തെ വാക്ക് ഏതാണ്? എന്താ അർത്ഥം? പരത്തി. രണ്ടാമത്തെ വാക്ക് അർസ. അർസ. എന്താ അർത്ഥം? ഉറപ്പിച്ചു നിർത്തി. ഉറപ്പിച്ചു നിർത്തി. ചലിക്കാതെ, ചായാതെ, ചരിയാതെ ഉറപ്പിച്ചു നിർത്തി. അടുത്തത് താമത്ത്, മഹാവിപത്ത്. മഹാവിപത്ത്. താമത്തല്ല, താമത്ത് മഹാവിപത്ത് അല്ലെങ്കിൽ ഘോര ശബ്ദം. താമത്തുൽ കുബ്ര. കുബ്ര എന്ന് പറഞ്ഞപ്പോ നേരത്തെ എന്താ പറഞ്ഞത്? കുബ്രയുടെ സാധാരണ വാക്ക് എന്താണ്? കബീറാണ് സാധാരണ വാക്ക്. കബീറിന്റെ എന്താണ് കുബ്ര? സ്ത്രീലിംഗ രൂപം. കബീറിന്റെ സ്ത്രീലിംഗ രൂപം കബീറത്തിനാണ്. കബീറിന്റെ സൂപ്പർലേറ്റീവിന്റെ സ്ത്രീലിംഗമാണ് കുബ്ര. കബീറിന്റെ സൂപ്പർലേറ്റീവ് ആണ് അക്ബർ, അതിന്റെ സ്ത്രീലിംഗമാണ് കുബ്ര. കാരണം തോമത്ത് സ്ത്രീലിംഗമാണ്. അപ്പൊ അതിനെ സൂപ്പർലേറ്റീവ് ആക്കുമ്പോൾ അക്ബർ ആക്കിയിട്ട് അതിന്റെ സ്ത്രീലിംഗമാണ് കുബ്ര. തോമത്തുൽ കുബ്ര, വലിയ മഹാവിപത്ത്, കൊടും വിപത്ത് ആഗതമായാൽ. താമത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ജാഅത്ത് എന്ന് പറഞ്ഞത്. ജാഅത്തിന് ശേഷം ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫ് വന്നതുകൊണ്ടാണ് താഴെ നിഷ്കർഷ കൊടുത്തിട്ട് ചേർത്ത് വായിച്ചത്. അപ്പൊ ജാഅത്ത് താമത്ത് എന്നായി. യഥാർത്ഥത്തിൽ ജാഅത്ത് താഴെ സുക്കൂനാണ്. ജാഅത്തിന് എന്താണ്? ജാഅത്ത് എന്ന് പറയുമ്പോൾ സുക്കൂനാണ്. ജാഅത്തിന് സുക്കൂനാണ്. ശേഷം വരുന്ന അക്ഷരത്തിന് എന്താണ്? അതിന് സുക്കൂനാണ്. അപ്പൊ രണ്ട് സുക്കൂൻ ഒരുമിച്ച് എന്ത് ചെയ്യണം? ഒരക്ഷരത്തിന്റെ അടയാളം മാറ്റണം. അപ്പൊ അടയാളം മാറ്റുമ്പോൾ സ്ത്രീലിംഗത്തിലെ തായിന് അടയാളം മാറ്റിയാൽ കെസ്റാണ് കൊടുക്കേണ്ടത്. ഓരോന്നിനും അടയാളം മാറ്റുന്നതിന് ഘടനയുണ്ട് കേട്ടാ. അപ്പൊ പുല്ലിംഗത്തിന്റെനോ? പുല്ലിംഗത്തിലെ താഴേതാണ്? ഇത് പുല്ലിംഗത്തിന്റെ താഴെ ഈ തുറന്ന തായിരിക്കുമല്ലോ. ഏത് തായാണ്? തുറന്ന താഴേതാണ് പുല്ലിംഗത്തിലേതാ? കെട്ടുള്ള പ്ലൂരൽ, ഫെമിനിൻ പ്ലൂരൽ.
കെട്ടിട്ടുള്ള താ അല്ലല്ലോ. അല്ല ആ പിന്നെ ഇത് ഏതാ അറിയോ? ഞാനത് സ്ത്രീലിംഗ ജാത്ത് എന്ന് പറഞ്ഞ സ്ത്രീലിംഗത്തിന്റെ താഴെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുല്ലിംഗത്തിന്റെ താഴെ ഏതാണെന്ന് നിങ്ങൾ പറയും. പുല്ലിംഗത്തിന്റെ താഴെയാണ് ചോദിച്ചത്. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചോദിക്കുക. അത് ഏതാണ് സ്ത്രീലിംഗത്തിന് പുല്ലിംഗത്തിന്റെ അത് താഴെ. നീ പിന്നെ അപ്പൊ നീ എന്താണ് കത്തബിത്ത എന്ന് പറയുന്നത് ആണിനോട് പറയുമ്പോഴാണ് കത്തബിത്ത കത്തപിത്ത. കത്തപിത്ത. ആട്ടാ. അപ്പൊ എന്താണ് അവിടെ പുല്ലിംഗത്തിന്റെ തായ്ക്ക് അടയാളമുണ്ട്, സുക്കൂനല്ല ഉള്ളത് അല്ലേ? സുക്കൂനുള്ള അക്ഷരത്തിനാണ് സുക്കൂൻ മാറ്റുന്നത്. ഞാൻ പറഞ്ഞ എന്താ, സ്ത്രീലിംഗത്തിന്റെ തായിന്റെ സുക്കൂൻ മാറ്റേണ്ടി വരുമ്പോൾ എന്നാ പറഞ്ഞു. അപ്പൊ പുല്ലിംഗത്തിന്റെ താൻ എന്തില്ല? സുക്കൂനില്ല. സുക്കൂൻ എങ്ങനെയും വരൂലല്ലേ? ഉണ്ടോ? വരൂലല്ലോ. വരുത്തി നോക്കൂ. ഇല്ല. പുല്ലിംഗത്തിനാണ് താ വരുന്നത്. അവൻ വന്നു, ജാഅത്ത് അവൾ വന്നു. അപ്പൊ അത് സ്ത്രീലിംഗമാക്കാൻ വേണ്ടി ചേർത്ത താ എന്താണ്? സുക്കൂനുള്ള തായാണ്. അതിനുശേഷം സുക്കൂനുള്ള അക്ഷരം വന്നാൽ ആ സ്ത്രീലിംഗത്തിന്റെ തായിന് കെസ്റ് കൊടുത്താണ് സുക്കൂൻ മാറ്റേണ്ടത് കേട്ടാ. പിന്നെ മിൻ ആണ് വരുന്നതെങ്കിൽ അവിടെ നൂന് സുക്കൂനാണ്. മിന്നിന്റെ സുക്കൂൻ എപ്പോഴെങ്കിലും മാറ്റേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? പത്ത് കൊടുക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി. ഇതുവരത്തെ നിയമമാണ് അവിടെ. അവിടെ അലിഫ്ലാമിന്റെ അലിഫ വന്നത് ശേഷം സുക്കൂനുള്ള അക്ഷരമാണ്. അപ്പൊ എന്ത് ചെയ്യണം? മിനശ് ശൈത്വാനിക്ക് മിന്നിന് 10 കൊടുക്കണം. മന്നിന്റെ സുക്കൂനാണ് മാറ്റേണ്ടതെങ്കിൽ കസ്റ് കൊടുക്കണം. മൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി. മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഓക്കെ. അപ്പൊ ഇതാണ് സംഭവം. ത്വാമത്തുൽ കുബ്ര, ഏറ്റവും മഹാവിപത്ത് വന്നു കഴിഞ്ഞാൽ ആ മഹാവിപത്ത് എന്ന് പറയുന്നത് എന്തിനായിരിക്കും? ലോകാവസാനം. യൗമ യതദക്കറു. യൗമിന് എങ്ങനെയാ ഫത്ത് വന്നത്? ആ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ സമയ സന്ദർഭം പറയുന്ന വാക്കിന് എപ്പോഴും ഫത്തായിരിക്കും ഉണ്ടാവുക. സമയ സന്ദർഭ സൂചകമായ പദം. അങ്ങനെ പറയുന്നുണ്ട്. യൗമെന്ന് പറഞ്ഞ സമയത്തിനെ കുറിച്ചല്ലേ പറഞ്ഞത്? എപ്പോഴും വരും. ത്വാമത്തുൽ കുബ്ര, ആ മഹാവിപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ വന്നാൽ എപ്പോഴും വരും? യൗമ യതദക്കറു, ഓർമ്മിക്കുന്ന ദിവസം. അപ്പൊ അത് വരുന്ന കാര്യം കാമത്തുൽ കുബ്രാൻ ആ മുമ്പേ പറഞ്ഞ കാമത്തുൽ കുബ്രായിരിക്കും ഈ യൗമിന് ഉദ്ദേശിക്കണല്ലേ? അത് എപ്പോൾ വരും? യൗം ഒരു ദിവസമാണ് വരുന്നത്. അപ്പൊ എന്താണ്? അത് സമയ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അതുകൊണ്ടപ്പൊ യൗമിന് 10. അതുകൊണ്ടാണ് യൗമിന്. അത് യൗമിന് എപ്പോഴും 10 ആയിരിക്കും വരിക. പലപ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞാൽ സന്ദർഭ സൂചകമായിട്ടാണ് വരുന്നതെങ്കിൽ അതായിരിക്കും. യൗമലായും ഫമാലും വലാ ബനൂൻ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. അതേസമയം യൗമിന് മുമ്പ് കസ്റ് വരുന്ന പദം വന്നാൽ ലി യൗമിൻ ലാ റൈബ ഫീഹി കസ്റ്. കസ്റ് വരുത്തുന്ന പദമല്ലേ? അതെ, കസ്റ് വരുന്ന പദം വന്നു. ഇവിടെ എന്താണ്? സന്ദർഭ സൂചകമായിട്ടാണ്, സമയ സൂചകമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ 10 കൊടുക്കും. യൗമ യതദക്കറു. തദക്കറു എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിച്ചതല്ല. ഓർമ്മിപ്പിച്ചതിന് വാക്ക് എന്താണ്? ഓർമ്മിപ്പിച്ചതിന്റെ വാക്ക് ഏതാണ്? ഓർമ്മിപ്പിച്ചു എന്നതിന്റെ വാക്ക് ഏതാണ്? ഓർമ്മിപ്പിച്ചു. ആദ്യം നമ്മൾ പഠിച്ചത് ദക്കറ, ശബ്ദില്ലാതെ. ഓർമ്മിച്ചു.
ഓർമ്മിച്ചു. അപ്പൊ ഓർമ്മിച്ചു. പിന്നീട് അതിനെ സബ്ബ ഗ്രൂപ്പാക്കി. അപ്പൊ മധ്യത്തിൽ ശബ്ദം കൊടുത്താൽ ഓർമ്മിപ്പിച്ചു. ദക്കറ. അപ്പൊ ഓർമ്മിപ്പിച്ചു എന്നതിന്റെ കൂടെ താഴെ കൊടുത്താൽ പിന്നെ വീണ്ടും ആദ്യം പറഞ്ഞതുപോലെ ഓർമ്മിച്ചു എന്നാവും. ഓർമ്മിക്കുന്ന ദിവസം. അൽ-ഇൻസാൻ മനുഷ്യൻ. അപ്പൊ ഇത് ദക്കറിന്റെ അല്ലേ ആണല്ലോ അല്ലേ? ദക്കറ തന്നെയാണ്. ദക്കറ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു സാധാരണ ഓർമ്മിക്കലാണ് ദക്കറ. അപ്പൊ ആ ദക്കറ ഇപ്പൊ ദക്കറു എന്ന് പറയുന്നേ ദക്കറിന്റെ നിങ്ങൾ പാഠം പഠിച്ചു മറന്നുപോയി ഓർമ്മിച്ചു എന്ന് പറയുന്നത് പോലെയാണോ ഖിയാമത്ത് നാളിൽ പണ്ട് ചെയ്ത കാര്യമൊക്കെ ഓർക്കുന്നു എന്ന് പറയുന്നത്? അതൊരു ഭയങ്കര സംഭവമാണ് അല്ലേ? അതിനാണ് തദക്കറ എന്ന വാക്ക് ഉപയോഗിച്ചത്. അതായത് അതിനെന്തുണ്ട്? ഒരു പ്രാധാന്യമുണ്ട്, ഇന്റൻസിറ്റി ഉണ്ട്, തീവ്രതയുണ്ട് ആ ഓർമ്മിക്കൽ അല്ലേ? അതൊരു വലിയ സംഭവമാണ്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ മറന്നു പോകൂല്ല, ഓർമ്മിക്കും. പക്ഷേ അത് മറന്നത് പോലെയാണ് ജീവിച്ചത് മനുഷ്യൻ. പിന്നെ അത് സംഭവിച്ചപ്പോൾ വേല കഴിച്ചിട്ട് എന്ത് ചെയ്യും? അതാണ് ഓർമ്മിച്ചു. എന്താണ് ആ ഓർമ്മിക്കലും നിങ്ങൾ പഠിച്ച പാഠം ഓർമ്മിക്കലും തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ടോ ഇല്ലേ? അതുകൊണ്ടാണ് യതദക്കറു എന്ന വാക്ക് ഉപയോഗിച്ചത്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്കിന് ഒരേ അർത്ഥത്തിൽ രണ്ട് വാക്ക് രണ്ട് ഘടനയിൽ വന്നാൽ, അതായത് രണ്ട് ഘടനയിലുള്ള വാക്ക് വന്നു, അതില് ഒരേ അർത്ഥമാണെങ്കിൽ ഏതിനായിരിക്കും തീവ്രത ഉള്ളത്? ശബ്ദം കൊടുത്തിട്ടുള്ള അക്ഷരം കൂടുതലുള്ളത്. അക്ഷരം കൂടുതലുള്ളതിനാണ്. അക്ഷരം കൂടുതലുള്ളതിന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പൊ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞെന്ന് ഓർമ്മിച്ചാ മതി. ഇതിന്റെ മുന്നേ പറഞ്ഞതാണ്. അപ്പം അതിനെന്താ പറയാ? അത് ഓർമ്മിച്ചതിന് ദക്കറ എന്നാണ് പറയുന്നത്. തദക്കറ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ഓർമ്മയാണ്. അത് മനുഷ്യ ജീവിതത്തിലും വരും. മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ പ്രധാനപ്പെട്ട ഓർമ്മകളൊക്കെ വരും അല്ലെ? നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ആപ്പ പറഞ്ഞു അല്ലെങ്കിൽ കാരണവർ പറഞ്ഞു, പക്ഷെ നമുക്കത് അത്ര കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? അവഗണിച്ച് കളഞ്ഞു. പിന്നീട് ഒരു ദിവസം വന്നപ്പോൾ കാരണവർ പറഞ്ഞ പോലെ നടന്നു. അപ്പോഴാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. കാരണവർ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ, പ്രധാനപ്പെട്ട ആൾക്കാരെ ആരോ നേരത്തെ നമ്മളോട് അത് ഉണർത്തിയിരുന്നു, പക്ഷെ നമ്മൾ അത് അറിയാതെ പോലെ അവഗണിച്ചു പോയി. അപ്പൊ ആ ഓർമ്മിക്കൽ എന്താണ്? വേറൊരു തരം ഓർമ്മിക്കലാണ്. അപ്പൊ അന്ന് പറഞ്ഞ ഞാൻ ചോദിക്കും, ഇപ്പൊ നിനക്ക് ഓർമ്മ വന്നോ എന്ന് ചോദിച്ചാൽ അതാണ് തദക്കറ. അതാണ് യൗമയതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ഓർക്കുന്ന ദിവസം. അപ്പൊ ഇതിന്റെ പ്രത്യേകത നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ തദക്കറയുടെ മീനിങ് ഇപ്പൊ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചോ ഇല്ലേ? പഠിച്ചോ? ഇങ്ങനെ പഠിക്കണം നമ്മൾ. ദക്കറ തദക്കറ, ഇതാണ് പഠനം. വ്യാഖ്യാനം പഠിച്ചു പോയാൽ പിന്നീട് നമ്മൾ വായിക്കുന്നത് വ്യാഖ്യാനമാണ്. വ്യാഖ്യാനം പഠിച്ചു പോയാൽ പിന്നീട് നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും കലാമുൽ ബഷറാണ്, കലാമുള്ള അല്ല. ഇതാണ് ഇപ്പൊ ഖുർആൻ ഓൺലൈനിൽ പഠിപ്പിക്കുന്നതൊക്കെ പറയുന്നവർ ചെയ്യുന്നത്. അവരെന്താ പഠിപ്പിക്കുന്നത്? വ്യാഖ്യാനം പഠിപ്പിക്കും. വ്യാഖ്യാനം ആരുടെ വാക്കാണ്? വ്യാഖ്യാനം ആരുടെ വാക്കാണ്? മനുഷ്യന്മാരുടെ വാക്കാണ്. അതേസമയം നമ്മൾ എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ടത് എന്താ? അള്ളാന്റെ വാക്കാണ്. അള്ളാഹ് എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ മിനൽ ജിന്നത്തി വന്നാസ്, അവിടെ വരെ പറഞ്ഞാണ് അള്ളാന്റെ വാക്ക്. ബാക്കി ആര് തന്നെ പറഞ്ഞാലും അത് കലാമുല്ലാ അല്ല, കലാമുൽ ബഷറാണ്, മനുഷ്യന്മാരുടെ വാക്കാണ്. എന്നെന്ന് നിലനിൽക്കുന്നതും അള്ളാഹ് സംരക്ഷണം കൊടുത്തതും സുരക്ഷിതമായിരിക്കുമെന്ന് പറഞ്ഞതും ഈ ലോഹിൻ മഹ്ഫൂദ് എന്ന് പറഞ്ഞു. അതേപോലെ
ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആണ് ഇതിനെ ഇറക്കിയത്, ഈ ദിക്റിനെ നാം ആണ് ഇറക്കിയത്, നാം അതിനെ സംരക്ഷിച്ചുകൊള്ളും. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി എന്നൊക്കെ പറഞ്ഞു. നീ അന്ന് വായിട്ടടിക്കണ്ട എന്ന് പറഞ്ഞു. നീ വായിട്ടടിക്കണ്ട, നാക്കിട്ടടിക്കണ്ട, ചുമ്മാ വെറുതെ വായടിക്കണ്ട എന്ന് പറഞ്ഞു. എന്തിനാ? ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമില്ല. പഠിക്കേണ്ടത് ഓർമ്മിച്ച് വെക്കേണ്ടതും അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ കലാം അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒന്നായിരുന്നു. വ്യാഖ്യാനം പറഞ്ഞതോ അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഉണ്ടായിരിക്കും, വ്യത്യസ്തമായി. മാത്രമല്ല ഇന്ന് നമ്മൾ കയ്യിരിക്കുന്ന വ്യാഖ്യാനങ്ങളൊക്കെ 50 വർഷത്തിന് 100 വർഷത്തിന് മുമ്പ് എഴുതിയതാ. നിങ്ങളെടുത്ത് വ്യാഖ്യാന ഗ്രന്ഥം എടുത്ത് വെച്ചു. അമാനിമാരുടെ തഫ്സീർ എന്ന് എഴുതിയതാ. അതേപോലെ ഉള്ള വ്യാഖ്യാനങ്ങൾ. ഖുർആൻ അന്നും ഇന്നും പ്രസക്തമാണ്. ഖുർആൻ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അന്നും ഇന്നും പ്രസക്തമാണെന്ന് കാണാൻ പറ്റും. അതേസമയം വ്യാഖ്യാനം എടുത്ത് നോക്കിയാൽ ഇബ്നു കസീർ എഴുതിയതും തബരി എഴുതിയതും അന്ന് എഴുതിയ പോലെ അല്ല ഇപ്പോഴുള്ള വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുന്നത്. അല്ലേ? അപ്പൊ ഈ തദക്കര നമുക്ക് ഓർമ്മിച്ചേക്കാം. എന്താ പറഞ്ഞേ? അമാനി മൗലവിന്റെ അബുലാമദൂദിന്റെ രണ്ടും വ്യത്യസ്തമാണ്. അതെ, വ്യത്യാസം, സംഭവത്തിൽ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ വരുത്തി തീർക്കുന്നതാണ്. എല്ലാം ആധികാരിക വ്യാഖ്യാനങ്ങൾ തന്നെയാണ്. അവർ പറയുന്നു ഞങ്ങൾ അവലംബിച്ചിരിക്കുന്നത് ഇമാം ഇബ്നു കസീറിനെയും തബരിയെയും അതുപോലുള്ള ഇമാം റാസിയെയും പോലുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ അവലംബിച്ചിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അതിന് എന്തില്ല, യഥാർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല. അവസാനം പക്ഷെ ഓരോ വ്യാഖ്യാന ഗ്രന്ഥവും ആദ്യം വരെ അവസാനം വായിക്കണമെന്ന്, അവസാനം വരെ വായിക്കണം. എന്നാലേ രണ്ടുപേരും പറഞ്ഞ ഒന്നാണെന്ന് മനസ്സിലാവും. ശരിക്കും പഠിച്ചവർക്ക് അറിയാൻ മതി. ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. അവസാനം പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും പറഞ്ഞത് ഒന്നാണ്, വ്യത്യാസമൊന്നുമില്ല. മൗദൂദിന്റെ കുറച്ച് കട്ടിയാണ്, കുറച്ച് സാഹിത്യം കൂടുതലാണ്. അതെന്താ ആയിക്കോട്ടെ, നമ്മൾ തലക്കി അതിൽ ഫോക്കസ് ചെയ്യാം. നമ്മൾ ഖുർആനിൽ ഫോക്കസ് ചെയ്യാം. അതെന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി വ്യാഖ്യാനം നോക്കുക. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മത്താനിലക്കും വലിയ ഞാമിക്കും. അപ്പോ എല്ലാത്തിന്റെ അവസാനമാണ് മത്താനിലക്കും വലിയ ഞാമിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പർവ്വതങ്ങളെയും നമ്മൾ ചിലപ്പം പറയും ഭൂമിയും പർവ്വതങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് മറ അന്യാമിനാണെന്ന്. മറ പറഞ്ഞതിന്റെ ശേഷം തൊട്ടുടനെ മത്താനിലക്കും വലിയ ഞാമിക്കും എന്ന് പറഞ്ഞില്ല. അതേസമയം പർവ്വതങ്ങളെയും പറഞ്ഞ ശേഷമാണ് ജിബാല അർസാഹ പറഞ്ഞ ശേഷമാണ് മത്താനിലക്കും വലിയ ഞാമിക്കും. അപ്പം അറുളായിരുന്നാലും മാ ആയിരുന്നാലും മറ ആയിരുന്നാലും ജിബാലായിരുന്നാലും എല്ലാം മനുഷ്യർക്ക് മാത്രമുള്ളതല്ല. ഒന്നും മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. മനുഷ്യൻ മാത്രം അപഹരിക്കേണ്ടതല്ല. മനുഷ്യന്മാർ മാത്രം ഇത് അപഹരിച്ചുകൊണ്ട് പോയിട്ട് മറ്റു ജീവജാലങ്ങൾക്കൊന്നും കൊടുക്കാതിരിക്കുകയല്ല, മറിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും കൊടുക്കണം. അതേപോലെ മനുഷ്യനെ ഉപയോഗിക്കണം. അപ്പൊ ഓരോന്നും പറയുന്നതിന്റെ പ്രാധാന്യം കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മാറി വരുന്നുണ്ട്. ഇപ്പൊ മനുഷ്യൻ മരങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇബ്നു കസീർ എഴുതുന്ന സമയത്ത് മലകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ മലയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ മലകൾ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം പ്രപഞ്ചത്തിലെ എല്ലാവർക്കും വേണ്ടിയാണ് മലകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മാത്രം പൊളിച്ചു കൊണ്ടുപോയി നിങ്ങൾ വീട് വയ്ക്കാൻ വേണ്ടിയുള്ളതല്ല. മനുഷ്യൻ എന്തോർക്കും? അപ്പൊ ഇതിങ്ങനെ ഖിയാമത്ത് നാൾ വരുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ഒരു നിമിഷം ഓർക്കും, ഞാൻ എന്താ പഠിച്ചവനെ ചെയ്തത്, ഞാൻ എന്താ ചെയ്തത്, എനിക്ക് എന്തെങ്കിലും ബാങ്ക് ബാലൻസ് ഉണ്ടോ, എന്റെ അക്കൗണ്ടിൽ വല്ലതും ബാക്കിയുണ്ടോ, എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ, ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ല ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പുനരുദ്ധാനം വരും, ആ സമയത്ത് രക്ഷപ്പെടാൻ ഇതാ പ്രവാചകന്മാരും ദൂതന്മാരും അതേപോലെ പ്രബോധകരും
പറഞ്ഞതും ദൈവിക വചനങ്ങൾ എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ ഇതാ സംഭവിക്കാൻ പോകുന്നു, സംഭവിച്ചു. അപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ മാസ്റ്റർ? ഞാൻ എന്താണ് പണിയെടുത്ത് വെച്ചിട്ടുള്ളത് എന്ന് മനുഷ്യൻ ഓർക്കും. ജഹീമു ലിമൻ യറ. ഈ ഖിയാമത്ത് നാൾ പറയുമ്പോൾ പലപ്പോഴും ഖിയാമത്ത് നാളിന്റെ 2 ഘട്ടങ്ങളും ഒരുമിച്ചാണ് പറയുന്നത്. അല്ലേ? زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما سعى وقال الإنسان ما لها. പിന്നെന്താ പറഞ്ഞത്? അവസാനം പറഞ്ഞു ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ജിൽസാൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിലാണ്. പ്രകമ്പനം, ഭൂമി പ്രകമ്പനം കൊള്ളുന്ന ലോകം അവസാനിക്കുന്ന സമയത്ത്. പിന്നെ അവൻ പണിയെടുത്ത് നല്ലതും ഹയറും ഷെറും കാണുന്ന എപ്പോഴാണ്? അത് പുനരുത്ഥാന ദിവസമാണ് കാണുന്നത്. അതേപോലെയാണ് ഇവിടെ താമത്തുൽ കുബ്ര സംഭവിക്കുന്ന എപ്പോഴാണ്? ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിലാണ്. അന്നേരമാണ് മനുഷ്യനെ ഓർക്കും എന്ന് പറഞ്ഞു. യോമേത്തദക്കർ ഇൻസാനും മാസ. പിന്നെ ബുർരിസത്തുൽ ജഹീമു ലിമൻ യറ, അതെപ്പോഴാണ്? പുനരുത്ഥാന ദിവസം. അപ്പോ മൂന്നാമത്തെ പുതിയ വാക്ക് ബർറസ. ബർറസ വെളിപ്പെടുത്തി. ഇത് കാണില്ല സ്ക്രീന്. സ്ക്രീന് കാണുന്നില്ല. നിങ്ങൾ ആ സ്ക്രീൻ ഒന്ന് മാറ്റി വെക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ കുറച്ചു നേരം കട്ടായി പോയി. അത് നിങ്ങളെ നെറ്റിൽ നമ്മളെ നെറ്റ് കട്ടാകാത്ത രീതിയിൽ നമ്മളെ നെറ്റ് കട്ട് ചെയ്യാത്ത രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരുന്നത്. നമ്മളെ ഡയറക്റ്റ് ഇലക്ട്രിസിറ്റിയിലല്ല ഉണ്ട്. ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി വളരെ ചിലപ്പോൾ ബ്രേക്ക് ആയി. വെളിപ്പെടുത്തി. ഇപ്പം അതിനെ നസ്സല ഇറക്കി എന്നാണെങ്കിൽ ഇറങ്ങി എന്നുള്ളതിന് എന്ത് വരും? നസല ഇറങ്ങി. അപ്പോ അതേപോലെയാണെങ്കിൽ ബർറസ വെളിപ്പെടുത്തി. വെളിപ്പെട്ടു എന്നതിന് എങ്ങനെ പറയും? ബറസ വെളിപ്പെട്ടു. അപ്പൊ ബർസയും ഖുറാനിലുണ്ട്, ബർറസയും ഉണ്ട്. ഇപ്പൊ ബറസ എന്ന് പറഞ്ഞാൽ സ്വയം വെളിപ്പെട്ടു. ബർറസ വേറൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഓക്കെ, ബർറസ. അതിനെയാണ് പിന്നെ എന്ത് ചെയ്ത്? മജ്ഹൂൽ അഥവാ അതിനെന്താ വികർമ്മണ പ്രയോഗം? ബുർരിസ വെളിപ്പെടുത്തപ്പെട്ടു. എന്ത് വെളിപ്പെടുത്തപ്പെട്ടു? അൽ ജഹീമു നരകം. ലിമൻ യറ കാണുന്നവർ. നമ്മൾ പറയുള്ളൂ കണ്ണുള്ളവർക്ക് കാണാം എന്ന് പറയൂലേ? കണ്ണുള്ളവർക്കൊക്കെ കാണാം, നിങ്ങൾ ജീവനുള്ളവർക്ക് കാണാം എന്നൊക്കെ പറയും എന്ന് പറഞ്ഞതുപോലെ നരകത്തെ കാണുന്നവർക്കൊക്കെയും കാണിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് നരകത്തെ കാണാൻ പറ്റില്ല. അപ്പൊ അന്നാകുമ്പോ എല്ലാവർക്കും കാണാം. ലിമൻ യറ കാണുന്നവർക്കൊക്കെയും കാണാം. കാണുന്നവർക്കൊക്കെയും കാണുന്ന രീതിയിൽ നരകത്തെ എന്ത് ചെയ്യും? വെളിപ്പെടുത്തപ്പെടും, ഡിസ്ക്ലോസ് ചെയ്യപ്പെടും. ഡിസ്ക്ലോസ്ഡ്, ടു ബി ഡിസ്ക്ലോസ്ഡ്. എന്താണ്? കൺസീൽഡ് ആണ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ സംഭവം അവിടെ ഉണ്ട്. ഉണ്ടെന്നുള്ളത് എന്താ തെളിവ്? നബിസ്വല്ലാസിനെ കാണിച്ചു കൊടുത്തല്ലോ. മേറാജ് പോയപ്പോ നബിസ്വല്ലാസിനെ കാണിച്ചു കൊടുത്തു. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ബുർരിസത്ത് എന്ന് പറഞ്ഞത്. നേരത്തെ ഉണ്ടാക്കാനാണോ? ഇപ്പൊ ഈ പറഞ്ഞ ആയത്തിൽ നമുക്ക് എന്ത് മനസ്സിലായി? വെളിപ്പെടുത്തപ്പെടും. ഇപ്പൊ എന്താണ്? ഇപ്പോൾ കോൺഫിഡൻഷ്യൽ ആണ്. ഇപ്പൊ എന്താണ്? കൺസീൽഡ് ആണ്, മറച്ചു വയ്ക്കപ്പെട്ടതാണ്. അന്നേരം എന്ത് ചെയ്യും? വെളിപ്പെടുത്തപ്പെടും. അതേപോലെ നബിസ്വല്ലാഹു പറഞ്ഞു മെഹറാജിൽ ഞാൻ കണ്ടെന്ന് പറഞ്ഞു.
ഒരു രിസത്തിൽ ജഹീമു ലിമൻ യറ, കാണുന്നവർക്കൊക്കെയും കാണാം. എത്ര പുതിയ വാക്ക് കിട്ടി? 4. ആ പുരിസത്തായില്ല ഇപ്പൊ ഒന്ന്. ദഹ. ദഹ ഒന്ന് എന്താണ്? ഒന്ന് ദഹ. ദഹ എന്താ അർത്ഥം? ദഹ എന്ന് പറഞ്ഞാല് വിശാലമാക്കി. പ്രവേശിച്ചു. പ്രവേശിച്ചു. വിശാലമാക്കി പരത്തി. വിശാലമാക്കി. പ്രവേശിച്ചു എന്നുള്ളതിന്റെ വാക്കെന്താ? വിശാലമാക്കി പരത്തി. വിശാലമാക്കി. പ്രവേശിച്ചു എന്നുള്ളതിന്റെ വാക്കെന്താ? പ്രവേശിച്ചു. ദഖല. ദഖലയാണ് പ്രവേശിച്ചു. ദഖല. ദഖല. ഓക്കെ. അർസ എന്താണ്? ഉറപ്പിച്ചു നിർത്തി. അർസ താഴെ ഉറപ്പിച്ചു നിർത്തി. താമത്ത്. താമത്ത്. മഹാവിപത്ത്. മഹാവിപത്ത്. ബറസ എന്താണ്? ബറസ പിന്നെ ബറസ വെളിപ്പെട്ടു. ബറസ വെളിപ്പെട്ടു. ബറസ വെളിപ്പെടുത്തി. വെളിപ്പെടുത്തപ്പെട്ടു. അപ്പൊ ബുരിസ പഠിക്കുന്നതോടുകൂടി സബ്ബഹ ഗ്രൂപ്പിന്റെ കർമ്മണി പ്രയോഗം പഠിച്ചു. എന്ത് ചെയ്യാ? അത് പറഞ്ഞു നോക്കുക. ബുരിസ, സുബ്യഹ അല്ലെ? സുബ്യഹ, സുബ്യഹു, സുബ്യഹ്ത, സുബ്യഹ്തും, സുബ്യഹ്തു, സുബ്യഹ്ന. യുസബ്ബിഹ അല്ല, യുസബ്ബഹു. അപ്പൊ അതാണ് നമ്മുടെ ഖുറാനിൽ എന്ത്? യുസബ്ബഹു ലില്ലാഹി. യുസബ്ബഹു ലില്ലാഹിയാണ്. യുസബ്ബഹു ലില്ലാഹി. പിന്നെ യുസബ്ബഹു ഇവിടെ ഉണ്ട്. തുസബ്ബഹു. എന്തായാലും യുസബ്ബഹു തസ്ബീഹ് ചെയ്യപ്പെടും. യുസബ്ബഹു, യുസബ്ബഹൂന, തുസബ്ബഹു, തുസബ്ബഹൂന, മുസബ്ബഹു, മുസബ്ബഹു. അത് നസ്സൽ എടുത്ത് നോക്കിയാൽ മതി. നസ്സല. അപ്പോ നുസില ഇറക്കപ്പെട്ടു. നുസില, നുസിലു, നുസിൽത്ത, 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 നുസിൽന. യുനസ്സലു ഖുറാനിലുണ്ടല്ലോ. യുനസ്സലു ഇറക്കപ്പെടും. യുനസ്സലു, യുനസ്സലൂന, തുനസ്സലു, തുനസ്സലൂന, യുനസ്സലു. കർമ്മ പ്രയോഗത്തിന് 6 അല്ല 7 14 വാക്ക് പഠിച്ചാൽ മതി. 7 പാസ്റ്റ് ടെൻസ്, 7 പ്രസന്റ് ടെൻസ്. കർത്താവ്, കർമ്മം, ക്രിയാധാതും, കൽപ്പന, വിരോധ ക്രിയൊന്നും കർമ്മണി പ്രയോഗത്തിൽ പഠിക്കാനില്ല. 4 മുതലാളി മാത്രമേ ഉള്ളൂ. 4 മുതലാളി മാത്രമേ ഉള്ളൂ. അത്രയും പഠിച്ചാൽ മതി. പഠിക്കാൻ വേറെ ഒരുപാട് ഉണ്ടാവും. പക്ഷെ നമ്മൾ അത്രയും പഠിച്ചാൽ അത് ഈസ് ഇനഫ്. ഓക്കെ. നമ്മളിവിടെ നിർത്തുകയാണ്. ബാക്കി പട്ടികയെ കുറിച്ച് സംഗതി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമർ നമ്മൾ അടുത്ത പ്രാവശ്യം നോക്കും. ഓക്കെ. സമയം നേരത്തെ തീരുമ്പോൾ കുറച്ച് ഗ്രാമർ വരും. എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എല്ലാവരും വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും തൗഫീഖ് നൽകട്ടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് എന്ന്. ഖൈറുക്കും മൻ എന്നാണ്. നിങ്ങളിൽ ഉത്തമൻ ഒരാളാണ്. നിങ്ങളുടെ ഉത്തമൻ ഒരാളാണ്. അവൻ എന്ത് ചെയ്തു? പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അല്ലാതെ പഠിക്കുക മാത്രം ചെയ്യുന്നവനല്ല ഉത്തമൻ. പഠിപ്പിക്കുക മാത്രം ചെയ്യുന്നവനല്ല ഉത്തമൻ. പഠിക്കുകയും പഠിപ്പിക്കുകയും 2 കാര്യങ്ങളും ചെയ്യുന്നവനാണ് ഉത്തമൻ. അല്ലാതെ പഠിച്ചിട്ട് വെറുതെ കുത്തിയിരിക്കുന്നവൻ ഇതല്ല, ഉത്തമനല്ല. പഠിച്ചവരെല്ലാം പഠിപ്പിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹ് മാറ്റിക്കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നാമം ഉച്ചരിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, മുസ്ലിം ആയതിന്റെ പേരിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും ബഹിഷ്കരണങ്ങളും ബോംബും വധവും കൊലപാതകവും ഒക്കെ കൊലയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ
സുഹൃത്തുക്കളുടെ, സഹോദരന്മാരുടെ, സഹോദരിമാരുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവരുടെ അവസ്ഥ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. മരിക്കുന്നവരെല്ലാം ശുഹദാഇന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ പറ്റി മരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആ കുഞ്ഞുങ്ങളൊക്കെയും നാളെ മൻസൂറ മുഹല്ലദൂൻ നിത്യവാസികളായ കുട്ടികളായി അവിടെ എത്തും. വിൽജാനും മുഹല്ലദൂൻ മൻസൂറ എന്ന് പറയും. ഇതറിയ മുത്തുകൾ പോലെ അവിടെ ഓടിക്കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ പ്രവർത്തനം പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ. ഞങ്ങളുടെ എക്സാമിന്റെ പേപ്പറൊക്കെ അവിടെ എത്തിയോ? പേപ്പറൊക്കെ ഇവിടെ ഉണ്ട്. മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ല. മാർക്ക് ലിസ്റ്റ് വന്നില്ല. കുറച്ച് പണിയിലാണ്, നോക്കുന്ന ആൾക്ക് പണിയിലാണ്, എനിക്ക് പണിയിലാണ്, സെക്രട്ടറി ഇല്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാവും. ഓഫീസ് ഓപ്പൺ ആവുന്നതോടുകൂടി എല്ലാം റെഡിയാവും. എന്നാണ് ഓഫീസ് റെഡി ഓഫീസ് ഇൻഷാ അല്ലാഹ് 3/4 ഭാഗം കഴിഞ്ഞു ഉടനെ ആവും. ഞങ്ങൾ വരണ്ടേ? നിങ്ങൾ വരണം. നിങ്ങൾ വരുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാരെ, കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് അയക്കണം. കുറച്ച് കാശുകളൊക്കെ പൂർത്തിയാക്കണ്ടേ? അടുത്ത പൈസ അടുത്ത റമദാന് മുമ്പ്. അടുത്ത റമദാൻ വരെ ഒന്നും കാത്തിരിക്കാൻ പറ്റില്ല നമുക്ക്. മുഹറമില്ലേ, ഇപ്പൊ നമുക്ക് ഒരു 3 മാസം കൂടെ കാത്തിരിക്കണം എന്നുള്ളതാണ് നമ്മളെ പ്ലാൻ. റജബിന് മുമ്പ് ഉണ്ടാവുമായിരിക്കും. പരമാവധി പോയാല് 6 മാസം നോക്കട്ടെ. പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ്. നിങ്ങള് നേരത്തെ തന്നിട്ടുണ്ട്. നിങ്ങളെ സന്മനസ്സുള്ള കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഇതിന്റെ സന്ദേശം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താലേ അവർ തരുള്ളൂ. ഇതിൽ തന്നവരെല്ലാം 99% സ്റ്റുഡൻസ് ആണ്. കാരണം അവർ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരാണ്. ഇത് വേണം, ഒരു സംവിധാനം എന്നെന്നും നിലനിൽക്കണം. ഒരാൾ പോയാൽ ഇത് അസ്തമിച്ചു പോകാൻ പാടില്ല, എന്നും നിലനിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങണം. അപ്പൊ ഇതെന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ആസ്ഥാനം വേണം. ആ ആസ്ഥാനം വേറൊരാൾ കൈകാര്യം ചെയ്യും. അങ്ങനെ അത് തുടർന്ന് പോകും. ഇന്നും അത് നിലനിൽക്കും ഇൻഷാ അല്ലാഹ്. ആ നിലയിൽ മറ്റുള്ളവർക്ക് ഇതിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ട് ഇത് ആവശ്യമാണ് എന്ന് അവർക്ക് അവരിതിന് തരുള്ളൂ. എന്തായാലും അല്ലാഹു എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. റബ്ബനാ ആതിനാ ഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمه الله.